ഇന്നത്തെ നമ്മുടെ വീഡിയോ വി ഗാർഡിൻ്റെ 300 ലിറ്റർ ഹീറ്റ് പമ്പ് ഫിക്സിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്ലംബിംഗ് ആണ്. ഹീറ്റ് പമ്പിൻ്റെ പ്ലംബിങ്ങിൻ്റെ ഒരു വീഡിയോ, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് കുറച്ച് ടൈമിംഗ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹീറ്റ് പമ്പ് വരുന്നത്. ഹീറ്റ് പമ്പ് വാട്ടർ ഹീറ്റർ എന്നാണ് ഇതിന് പറയുന്നത്, വി ഗാർഡ്. അതായത് എ സിൻ്റെ ഒരു ഓപ്പോസിറ്റ് വെർഷൻ. കണ്ടാൽ എ സി മാതിരി തന്നെയാണ് തോന്നുക. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റും ഒരു ടാങ്കുമാണ്. പിന്നെ അതിൻ്റെ പ്ലംബിങ്, ഇതിന് നമ്മൾ വേറൊരു റീസർക്കുലേഷൻ പമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയൊരു നമ്മളെ നോർമലി വാട്ടർ പമ്പാണ്, ബൂസ്റ്റർ പമ്പാണ്. അതുകൂടാതെ ഈ വി ഗാർഡിനായിട്ട് ഹീറ്റ് പമ്പിനായിട്ട് വേറൊരു റീസർക്കുലേഷൻ പമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് HP മിനി ബൂസ്റ്റർ റീസർക്കുലേഷൻ പമ്പ്. ഇപ്പോൾ ഏകദേശം ഇത് റണ്ണിങ്ങിലാണ്. എന്നാലും കൂടിയിട്ട് നമ്മളിതിൻ്റെ പ്ലംബിങ്ങിനെ ഒന്ന് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ബേസിക്കലായിട്ട് ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നിനെയും ലൈനുകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു പരിചയപ്പെടുത്തലാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിന് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡുകൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പരിചയപ്പെടുത്തൽ. ടോപ്പിൽ കാണുന്നത് ആ എയർ വാൽവാണ്. പ്ലംബിംഗ് 2 ലൈനാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഔട്ട്പുട്ടാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഔട്ട്പുട്ടാണ്. ഇതിൽ 2 റെഡും മഞ്ഞയും ടാപ്പ് അടിച്ച 2 ലൈനുണ്ട്. ഒന്ന് റിവേഴ്സാണ്, ആ മഞ്ഞ വരുന്നത് പമ്പിലേക്ക് റിവേഴ്സാണ്. ആ ചോപ്പ് വരുന്നത് ഹോട്ട് വാട്ടർ ഫോർവേഡ്, അതായത് ടാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ചൂടുവെള്ളം ഇറങ്ങിപ്പോകുന്നതാണ്. മഞ്ഞ വരുന്നത് മോട്ടറിലേക്ക് കയറുന്നതാണ്. മോട്ടറിലേക്ക് കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് നേരെ പച്ചവെള്ളത്തിൻ്റെ ലൈനിൽ തന്നെയാണ് നമ്മൾ കയറ്റി വിട്ടിട്ടുള്ളത്. അതായത് NRV അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ഹീറ്ററിലേക്ക് കയറുകയാണ്. ഹീറ്ററിലേക്ക് നേരെ കയറിയിട്ട് ഇവിടെ ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്, പ്രഷർ വാൽവ്. നോൺ റിട്ടേൺ വാൽവ് അല്ല, പ്രഷർ വാൽവ്. ഇവിടെ NRV കൊടുത്തിട്ടുണ്ട്, ഈ 2 സൈഡും NRV. ഇതൊരു NRV. ഇതിങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി റീസർക്കുലേഷൻ പമ്പിലേക്ക് കൂടെ ചുടുവെള്ളം വലിക്കുമ്പോൾ തിരിച്ച് പച്ചവെള്ളത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നേരെ വന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് ഇത് കോൾഡ് വാട്ടർ പോണ ലൈനാണ്. ഇതിലേക്ക് നമ്മളെ യൂണിറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനിവിടെ ഒരു വൈറ്റ് സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. അത് ഫിൽറ്റർ മാതിരിയുള്ളൊരു സ്റ്റെയിനറാണ്. പിന്നെ വരുന്നത് ഇതിന്ന് ഔട്ട്പുട്ട്, മുകളിൽ വരുന്നതാണ് ഔട്ട്പുട്ട്. അതായത് ഹോട്ട് വാട്ടറിൻ്റെ ഔട്ട് ലൈനാണ് വരുന്നത്. എല്ലായിടത്തും നമ്മൾ യൂണിയൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഭാഗത്തും യൂണിയന് വാൽവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഏത് സമയത്തും യൂണിറ്റിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ കഴിയണം. പിന്നെ സ്പേസ് ഇതിന് വളരെ അത്യാവശ്യമാണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 2ക്ക് 1.5 എന്നുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെ വേണം. ഈ നമ്മളെ യൂണിറ്റും കൂടി, നമ്മളെ പ്രഷർ പമ്പും കൂടി ഉണ്ടെങ്കിൽ, അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതിനുള്ള സ്പേസ് മാത്രം മതി. ഇതിപ്പോൾ നമ്മളെ നോർമലി വാട്ടർ കണക്ഷനും കൂടി ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹീറ്റ് പമ്പിൻ്റെ ഏകദേശം ഒരു രൂപം, ഫിറ്റിങ്സ്. ഇതിനെ ഓരോന്നിനായിട്ട് പരിചയപ്പെടുത്തുമ്പോഴേ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഹീറ്റ് പമ്പ് വെക്കുക എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫിറ്റിങ്സുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെൻസർ ഉണ്ട്, ഇതിന് 2 സെൻസറുകളുണ്ട്. അതായത് വെള്ളം ഹീറ്റായാൽ 55 ഡിഗ്രി ഹീറ്റായാൽ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്ന ഒരു സെൻസറുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ലൈനിൽ 40 ഡിഗ്രി ഹീറ്റ് 55ൻ്റെ താഴേക്ക് 40ലേക്ക് വന്നു കഴിഞ്ഞാൽ റീസർക്കുലേഷൻ റിവേഴ്സ് വലിച്ച് ടാങ്കിലേക്ക് തള്ളാൻ വേണ്ടിയിട്ടൊരു സെൻസറുണ്ട്. ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 2 സെൻസറാണ് ഉള്ളത്, ഒന്ന് ടാങ്കിലും ഒന്ന് പമ്പിലും. അപ്പോൾ ടാങ്കിലെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ആ സെൻസർ ഓട്ടോമാറ്റിക്കലി 55ൽ കട്ടാവും. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സെൻസർ ഓണാവും, ഹീറ്റർ നമ്മൾ യൂണിറ്റ് ഓണാവും.
അതുപോലെ തന്നെ പമ്പിലെ ലൈനിലെ വെള്ളം 55ൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 40ലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം ആ പമ്പിലൂടെ വലിച്ചിട്ട് ടാങ്കിലേക്ക് തള്ളും. തിരിച്ച് അത് നമ്മളെ യൂണിറ്റിലേക്കൂടെ പോയി ഇതിൻ്റെ കംപ്രസർ വഴി ഹൈ കംപ്രസ് ചെയ്തിട്ട് ഹീറ്റാക്കിയിട്ട് നമുക്ക് തിരിച്ച് ടാങ്കിലേക്ക് തന്നെ തള്ളും. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് ചൂടാകുന്നത് എങ്ങനെയെന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. അതായത് നമ്മളെ ആദ്യം ഗ്യാസ് കംപ്രസറിൽ നിന്ന് വരുന്നത് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിറ്റിൻ്റെ ആ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അടുക്കടുക്കായിട്ട് നമ്മൾ റേഡിയേറ്ററൊക്കെ മാതിരിയുള്ളൊരു സാധനം, അതിലേക്കാണ് ആദ്യം വരുന്നത് ഇവാപ്പറേറ്ററിലേക്ക്. ഈ ഇവാപ്പറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവാപ്പറേറ്ററിലേക്ക് വന്ന ഗ്യാസ് പുറത്തുനിന്ന് നമ്മളെ അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ള നമ്മളെ ഈ ചൂടിനെ ഹ്യൂമിഡിറ്റി ചൂട് വായുവിനെ അതിങ്ങനെ വലിക്കും. അപ്പോൾ അത് വലിച്ചെടുത്തിട്ട് അത് കംപ്രസറിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ കംപ്രസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ചൂടുള്ള ഗ്യാസിനെ കൂടുതൽ പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ട് ഒരു ഹോട്ട് ഗ്യാസാക്കി മാറ്റി ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ടാങ്കിലേക്ക് നേരെ മൂവ് ചെയ്യും, ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ നമ്മളെ വളയം മാതിരി ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, കോപ്പറിൻ്റെ ട്യൂബ് ചുറ്റിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോപ്പർ ട്യൂബ് ചുറ്റിയിട്ടുകൊണ്ട് ഈ ഹോട്ട് ഗ്യാസ് ഈ ടാങ്കിനുള്ളിലേക്കുണ്ട് കയറുന്നതോടുകൂടി ടാങ്കിലെ വെള്ളം ഓട്ടോമാറ്റിക്കലി ചൂടാവുകയാണ്. ഏകദേശം ഒരു 55 ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ ഈ ഗ്യാസ് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് തണുക്കും. വെള്ളം ചൂടാകുന്നതോട് കൂടിയിട്ട് നമ്മളെ ട്യൂബിനുള്ളിലെ ഗ്യാസ് തണുത്തിട്ട് ഈ ഗ്യാസ് തിരിച്ച് നേരെ ഇവാപ്പറേറ്ററിലേക്ക് തന്നെ വന്ന് വീണ്ടും ഈ പ്രക്രിയ ഈ ഇവാപ്പറേറ്ററിൽ നിന്ന് നേരെ ഹോട്ട് കംപ്രസറിലേക്ക് വന്ന് വീണ്ടും അവിടുന്ന് ഹൈ കംപ്രസ് ചെയ്ത് പിന്നെയും ഹീറ്റാക്കി ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തണുക്കുന്നതിനനുസരിച്ച് യൂണിറ്റിലേക്ക് കയറി നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റൊക്കെ ഉണ്ട്. 55 ഡിഗ്രി സെറ്റ് യൂണിറ്റിൽ ടാങ്കിൽ ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാം. പിന്നെ മോട്ടർ റിവേഴ്സ് ലൈനിൽ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ എത്ര ഡിഗ്രിയാണ് ലൈനിലുള്ളതെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ പമ്പ് റിവേഴ്സ് വെള്ളത്തിനെ വലിപ്പിക്കുക, തിരിച്ച് ടാങ്കിലേക്ക് വലിച്ച് എത്തിയതിന് ശേഷം ടാങ്കിലുള്ള ചൂട് വെള്ളത്തിനെ ഫോർവേഡ് ആക്കിയിട്ട് തിരിച്ച് ലൈനുകളിലേക്ക് തന്നെ കയറ്റി വിടുക. ഇങ്ങനെ ഈ പ്രോസസ്സിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് ടൈമിങ് വെച്ച് ചെയ്യാം കേട്ടോ, ടൈമർ വെച്ചിട്ട് ചെയ്യുക. അതായത് കൂടുതൽ സമയം എപ്പോഴൊക്കെയാണോ ഇത് ആവശ്യം ചൂടുവെള്ളം ആ ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ഒരു 2 മണിക്കൂർ, അതായത് രാവിലെ ഒരു 6 to 10, അതുപോലെ വൈകുന്നേരം ഒരു 6 to 10, ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ആ സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിലൊക്കെ നമ്മളെ പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അല്ലാത്ത ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിന് ലൈറ്റായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വന്ന് നമുക്ക് മാനുവൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇതിൽ. അപ്പോൾ അതിനെ നമുക്ക് ഡീപ്പായിട്ടൊന്ന് പരിചയപ്പെടാം. ബാക്കിയുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഓടിച്ച് പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ഹീറ്റ് പമ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു ബോധവൽക്കരണം, അത്രയേ ഉള്ളൂ. കാരണം ടെക്നിക്കലായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ വന്ന് നമുക്ക് നല്ലപോലെ ക്ലാസ് എടുത്ത് തന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു അവതരണം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓരോന്നിനും 1 by 1 ആയിട്ട് പരിചയപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. 2 അഡീഷണൽ ഹീറ്റ് പമ്പും കൂടി 2 വെക്കാനുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ്.